മക്കളെ, അപ്പോൾ നിങ്ങളുടെ 12th ക്ലാസ്സസ് ഒക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തല്ലേ? ഇനി നമ്മുടെ സൈലത്തിന്റെ ക്ലാസ്സസും ദാ റണ്ണിങ് ആണ്. ഓരോ ചാപ്റ്ററും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അതിന്റെ ടെസ്റ്റ് പേപ്പേഴ്സ് ഒക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, റിവിഷൻ ക്ലാസ്സസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വളരെ അടിപൊളിയായിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾ 11th വെച്ച് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ സുവോളജി തന്നെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഫസ്റ്റ് ചാപ്റ്റർ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ആണ്. അത്യാവശ്യം കാര്യമായിട്ട് പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ്. പിന്നെ വരുന്നത് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആണ്. അത് അത്യാവശ്യം ഈസിയാണ് കമ്പാരിറ്റീവ്ലി നമ്മൾ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ വെച്ച് നോക്കുമ്പോൾ. ഇനിയുള്ള 2 യമണ്ടൻ ചാപ്റ്റേഴ്സ് ആണ് നമ്മുടെ ജനറ്റിക്സിൽ വരുന്ന പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ്, അതുപോലെ തന്നെ മോളിക്കുലർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഇതിൽ ഒരുപാട് കോൺസെപ്റ്റുകൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇനി ഈ കോൺസെപ്റ്റ് എല്ലാം നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് റിവിഷന്റെ സമയത്ത് ബുദ്ധിമുട്ടാവും, എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാൻ ബുദ്ധിമുട്ടാവും. പിന്നെ നിങ്ങൾക്കറിയാം ലെങ്തി ചാപ്റ്ററിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഓരോരോ ഫോക്കസ് ഏരിയാസ് ഉണ്ടാവും. അതായത് എക്സാമിനേഷൻ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഏരിയ ഉണ്ടാവും. അപ്പൊ അതിൽ നിന്നൊക്കെ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് അടിപൊളി മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം ഇങ്ങനെയൊക്കെ നിങ്ങളെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഗൈഡ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്കൊരു സ്റ്റഡി പ്ലാനോട് കൂടിയിട്ട് പഠിക്കാൻ വേണ്ടി ഒക്കെ സഹായിക്കുന്നതാണ് നമ്മുടെ സൈലത്തിന്റെ അഗ്നി ബാച്ച് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ ബാച്ചിന്റെ സ്പെഷ്യാലിറ്റി നിങ്ങൾ ഒരുപാട് വീഡിയോസിൽ കേട്ടിട്ടുണ്ടാവും. നമുക്ക് ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾ ഒരു ദിവസം ഒരു ടോപ്പിക് പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ നോട്ട്സും കൂടാതെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡെയിലി പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി ഇതൊന്നും കൂടാതെ എക്സാമിനേഷൻ ടൈമിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മൈൻഡ് മാപ്പ്, ഇൻസ്റ്റാ ലേൺ പോലെയുള്ള ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. പിന്നെ ഗുരുവിന്റെ സപ്പോർട്ടും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ ഇത്രയധികം ഫീച്ചേഴ്സ് ഉള്ള അഗ്നി ബാച്ച് യൂട്ടിലൈസ് ചെയ്ത് അടിപൊളിയായിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും അല്ലേ? ഇനി അഗ്നി ബാച്ച് ഈ ഇയർ തൊട്ട് ഒരു സ്പെഷ്യൽ ഫീച്ചറിലാണ് റണ്ണിങ് ആവുന്നത്. അതായത് നമുക്ക് 2 പ്ലാൻസ് അവൈലബിൾ ആണ്, ബേസ് പ്ലാൻ ആൻഡ് ഇൻഫിനിറ്റി പ്ലാൻ. ഇപ്പൊ നിങ്ങൾ പേൾ വീഡിയോസിനെ പറ്റിയിട്ടൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ? പ്രീ റെക്കോർഡഡ് ആയിട്ടുള്ള പേൾ വീഡിയോസ് ആണ്, ഹൈ കോണ്ടന്റ് റിച്ച് ആയിട്ടുള്ള വീഡിയോസ് ആണ്. അപ്പൊ ഈ വീഡിയോസ് നിങ്ങൾക്ക് അവൈൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇൻഫിനിറ്റി പ്ലാൻ എടുക്കണം. അപ്പൊ അതുപോലെ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ബേസ് പ്ലാനിലുള്ളത്, എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഇൻഫിനിറ്റി പ്ലാനിലുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ ഒരു നമ്പർ കാണുന്നുണ്ടാവും. എത്രയും പെട്ടെന്ന് ആ നമ്പറിൽ വിളിക്കുക, എന്നിട്ട് കോൺടാക്ട് ചെയ്യുക. എന്താണ് ഈ പ്ലാനുകൾ തമ്മിലുള്ള വ്യത്യാസം, നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അവൈൽ ചെയ്തെടുക്കാൻ പറ്റുന്നത് ഏത് പ്ലാനാണെന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. ഇനിയും അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ ഇതാണ് ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു മൺസൂൺ ഓഫർ റണ്ണിങ് ആണ്. അപ്പം ഇതിനു വേണ്ടി 10% ഓഫറോട് കൂടി നിങ്ങൾക്ക് ഈ ഒരു ബാച്ച് അവൈൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതിനുവേണ്ടി നിങ്ങൾ യൂസ് ചെയ്യേണ്ട കൂപ്പൺ കോഡ് എന്ന് പറഞ്ഞാൽ XYMSN10 എന്ന് പറഞ്ഞിട്ടുള്ള കൂപ്പൺ കോഡാണ്. അപ്പോൾ ഈ കൂപ്പൺ കോഡ് ഉപയോഗിച്ച് എത്രയും പെട്ടെന്ന് 10% ഓഫറോട് കൂടി നമ്മുടെ അഗ്നി ബാച്ച് പർച്ചേസ് ചെയ്യുക. അടിപൊളിയായിട്ട് പഠിക്കുക. നിങ്ങൾക്കറിയാം ബോർഡ് എക്സാം വെയിറ്റിംഗ് ആണ്. ഇപ്പോഴേ സിസ്റ്റമാറ്റിക് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ ലാസ്റ്റ് റിവിഷൻ ഒക്കെ എത്തുമ്പോഴാണെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു മാർക്കിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ മക്കളെ എത്രയും പെട്ടെന്ന് നമ്മുടെ ബാച്ച് പർച്ചേസ് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്.